പശ്ചിമഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു മാധവ് ഗാഡ്ഗിൽ. അധികാരവർഗത്തിന് അസൗകര്യമുണ്ടാക്കിയപ്പോഴും ഉറപ്പോടെ അദ്ദേഹം ഇന്നും പ്രകൃതിക്ക് വേണ്ടി നിലകൊണ്ടു. ഭൂമിയോടൊപ്പം ജീവിക്കാനുള്ള മനുഷ്യന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം സൗമ്യമായെങ്കിലും എപ്പോഴും ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയും മനുഷ്യജീവിതവും സമാന്തര കഥകളല്ല, വ്യത്യസ്ത ലിപികളിൽ എഴുതിയ ഒരേ ആഖ്യാനമാണെന്ന് വിശ്വസിച്ചിരുന്ന സവിശേഷ ചിന്തകൻ. മണ്ണിൽ കാൽ പതിച്ചു നിന്ന് പ്രകൃതിയിലേക്ക് കണ്ണും കാതും തുറന്നുവെച്ച മാധവ് ഗാഡ്ഗിൽ ഇന്ത്യയിലെ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന് രൂപം നൽകിയ മുൻനിര ശാസ്ത്രജ്ഞനായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പൂണെയിൽ 1942 മെയ് 24 ജനനം. ആ കാറ്റേറ്റ് വളർന്നതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസവും പശ്ചിമഘട്ട സംരക്ഷണത്തിനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പ്രകൃതിയിൽ ആകൃഷ്ടനായി. വളർന്നപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായി. പൂണെയിലും മുംബൈയിലും ഹാർവാർഡിലുമായിരുന്നു പഠനം. പിന്നീട് 31 വർഷക്കാലം അദ്ദേഹം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഫാക്കൽറ്റിയായി സേവനമനുഷ്ഠിച്ചു. അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിച്ചു. മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ നീളുന്ന പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള 2011 അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ 3 മേഖലകളായി തിരിച്ചുള്ള പരിഹാര നിർദ്ദേശമായിരുന്നു റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. 1,29,037 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പശ്ചിമഘട്ടത്തിന്റെ 1/3 പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇടുക്കിയിലും വയനാട്ടിലുമടക്കം മലയോര മേഖലകളിൽ രാഷ്ട്രീയ മതസാമുദായിക സംഘടനകൾ തെരുവിലിറങ്ങി. എതിർപ്പുകൾ നേരിട്ടെങ്കിലും അവഗണിക്കാനാവാത്ത ഒരു സത്യം ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ചു: സന്തുലിതമല്ലാത്ത വികസനം മുറിവുകൾ അവശേഷിപ്പിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ. നൂറ്റാണ്ടിലെ മഹാപ്രളയവും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ കേരളം ആ പേരും അദ്ദേഹത്തിന്റെ വാക്കുകളും വീണ്ടും ഓർത്തു. ഗാഡ്ഗിൽ പറഞ്ഞത് എത്ര ശരി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.